വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ജൂലൈ 30 മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജൂലൈ 30 മുതൽ ഇന്നലെ 5/8/2024 വൈകുന്നേരം 5 മണി വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് 53,52,942 രൂപയാണ്. പോർട്ടൽ വഴിയും UPI വഴിയും ലഭ്യമാകുന്ന തുകയുടെ വിവരങ്ങളാണ് CMDRF വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത്. അതിൽ 2018 ആഗസ്റ്റ് മുതൽ ലഭിച്ച തുകയും ജൂലൈ 30 ലഭിച്ച തുകയും ഓരോ ദിവസം ലഭിക്കുന്ന തുകയും പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെക്ക്, ഡ്രാഫ്റ്റ്, നേരിട്ട് ലഭിക്കുന്ന തുകയുടെ വിവരങ്ങൾ ഇതെല്ലാം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവന നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ അഭ്യർത്ഥന പൊതുവെ സ്വീകരിക്കപ്പെട്ടു. സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് കോളേജുകൾ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുകയാണ്. സംഘടനാ നേതൃത്വങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അതനുസരിച്ച് കുറഞ്ഞത് 5 ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകുമെന്നാണ് പൊതുവെ ഉണ്ടായ ധാരണ. അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാവുന്നതുമാണ്. 5 ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നൽകാൻ കഴിയുന്നവർക്ക് അങ്ങനെയാകാം. തവണകളായി സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസം 1 ദിവസത്തെയും തുറന്നുള്ള 2 മാസങ്ങളിൽ 2 ദിവസത്തെ വീതവും ശമ്പളം നൽകി പങ്കാളികളാകാം. സന്നദ്ധത കാണിച്ച സ്ഥാപന മേധാവികൾക്കാണ് സമ്മതപത്രം നൽകേണ്ടത്. സ്പാർക്ക് മുഖേന തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ നിർബന്ധമല്ല, ജീവകാരുണ്യവും മനുഷ്യത്വം സ്ഫുരിക്കുന്ന നല്ല മനസ്സാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. അങ്ങനെ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ മുന്നോട്ട് വരുന്ന എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. ഇന്ന് ലഭിച്ച സഹായങ്ങൾ പറഞ്ഞാൽ KSFE മാനേജ്മെൻറ്റും ജീവനക്കാരും ചേർന്ന് 5 കോടി രൂപ, CPI സംസ്ഥാന കൗൺസിലിൻ്റെ സംഭാവന 1 കോടി രൂപ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏൽപ്പിക്കുകയുണ്ടായി. ഇത് ആദ്യ ഗഡുവാണ് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുകയും ചെയ്തു. കനറ ബാങ്ക് 1 കോടി രൂപ, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ 2 കോടി രൂപ, KFC മാനേജ്മെൻറ്റും ജീവനക്കാരും ചേർന്ന് 1.25 കോടി രൂപ, AIADMK 1 കോടി രൂപ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നൽകിയതായിരുന്നു.